ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ടിക്കയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട ഈ ഒരു ചിക്കൻ ടിക്ക തയ്യാറാക്കി എടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. പിന്നെ നമ്മൾ ഇതിനകത്ത് ഒട്ടും തന്നെ ഓയിൽ ഉപയോഗിക്കാതെയാണ് ഈ ഒരു ചിക്കൻ ടിക്ക തയ്യാറാക്കി എടുക്കുന്നത്. നമുക്ക് തണ്ടൂരി അടുപ്പോ ഓവനോ ഒന്നും തന്നെ വേണ്ട. നമുക്ക് നോൺ സ്റ്റിക്ക് പാനിൽ തന്നെ ചിക്കൻ ടിക്ക തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ ഒരു കുടം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത്ര തന്നെ ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് തന്നെ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഒത്തിരി എരിവൊന്നും കാണില്ല. നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. നമുക്ക് അത്രയും മതി, ഒരുപാട് മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല. നമ്മളിനി ചേർക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. നമ്മൾ ഒരുപാടൊന്നും ചേർക്കുന്നില്ല, ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുള്ളൂ. കാരണം നമ്മുടെ ഈ ഒരു ചിക്കൻ ടിക്ക ഓവർ സ്പൈസി ആയിട്ടല്ല ഞാൻ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂണോളം തൈരാണ്. ആദ്യം ഞാൻ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊന്ന് അരയ്ക്കാൻ നേരത്ത് ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു കൂട്ട് മൊത്തം അരച്ചെടുക്കുന്നത്. ഇത് മൊത്തത്തിൽ ഒന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. ആദ്യം 2 ടേബിൾ സ്പൂണാണ് ഞാൻ ഉപയോഗിച്ചത്. അരയ്ക്കുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുത്ത നമ്മുടെ മസാലക്കൂട്ടാണ് ഇത്. ഇതിനകത്ത് നമ്മൾ വേറെ ചേരുവകളൊന്നും തന്നെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല. ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ചെറിയ ജീരകം ചേർത്ത് അരച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഗരം മസാല അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു പേസ്റ്റ് എങ്ങനെയാണ് ചിക്കനിലേക്ക് അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ്റെ പീസുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു 300 ഗ്രാമോളം ചിക്കൻ്റെ പീസ് കാണും. എല്ലൊട്ടും തന്നെ ഇല്ല, ബോൺലെസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഈ ഒരു മസാല പിടിക്കുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഈ ഒരു മസാല നന്നായിട്ട് പുരട്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും മിനിമം നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെക്കുവാണ്. കാരണം മാരിനേറ്റ് ചെയ്യുമ്പോഴാണ് ഇതിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നമ്മുടെ ചിക്കൻ ഒന്ന് ടെൻഡറായി കിട്ടുള്ളൂ. അതിനാണ് ഞാൻ അരമണിക്കൂറെങ്കിലും വെക്കാനായിട്ട് പറയുന്നത്. ഇപ്പോൾ തലേ ദിവസം ചെയ്ത് വെക്കുവാണെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ അങ്ങ് കയറ്റി വെച്ചാൽ മതി. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂറോളം ഞാൻ മാറ്റി വെക്കുകയാണ്. അരമണിക്കൂർ ഞാനിത് മസാലയെല്ലാം പിടിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള സ്ക്യൂർ കിട്ടും. ഇത് ബാംബൂ സ്ക്യൂറാണ്. ഇപ്പോൾ ഇരുമ്പിൻ്റെ സ്ക്യൂറൊക്കെ അവൈലബിൾ ആണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതാണുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലൊന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഓരോ പീസായിട്ട് എടുത്തിട്ട് നമ്മൾ ഈ സ്ക്യൂറിലേക്ക് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ക്വയറിൽ 5 പീസ് കിട്ടുന്ന രീതിയിലാണ് ഞാനിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഓരോ പീസായിട്ട് നമ്മൾ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ചിക്കൻ്റെ പീസ് ഓരോന്നായിട്ട് ഇതിലേക്ക് കോർത്തെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ തന്നെ ഞാൻ 5 പീസാണ് ഒരു സെറ്റിൽ വെക്കുന്നത്. അങ്ങനെ ബാക്കിയുള്ള സ്ക്യൂവറിലും നമുക്കിതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ആദ്യം തന്നെ ഈ ഒരു സ്ക്യൂവറിലേക്ക് ചിക്കൻ്റെ പീസ് കോർത്തതിന് ശേഷം മസാല പുരട്ടി അരമണിക്കൂർ വെച്ചാലും മതി. അങ്ങനെയാണെങ്കിൽ കയ്യിലൊന്നും മസാല ആവാത്ത രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ മസാലയൊക്കെ പുരട്ടി അരമണിക്കൂറിന് ശേഷമാണ് ഇതുപോലെ സ്ക്യൂവറിൽ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഞാൻ ഓരോ ബാംബൂ സ്റ്റിക്കിൽ 5 പീസ് വെച്ചാണ് ഞാനിവിടെ കോർത്തെടുക്കുന്നത്. നിങ്ങൾക്ക് 7 പീസ് വരെ ഇങ്ങനെ കോർത്തെടുക്കാം. കഴിയുന്നതും ഓരോ ചിക്കൻ പീസ് ഇങ്ങനെ ഒരുപാട് ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ വെക്കേണ്ട. ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് വെക്കണം. അപ്പോഴാണ് ഈ ചിക്കൻ ഒന്ന് വെന്ത് വരുമ്പോൾ അത് കാണാൻ കുറച്ചുകൂടി ഭംഗിയായിട്ടുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ പെട്ടെന്ന് വെന്ത് വരാനും കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം, നല്ലതാണ്. ഒരുപാട് ഗ്യാപ്പ് വേണ്ട, ഒരു ചെറിയ രീതിയിൽ ഗ്യാപ്പ്. ഒരുപാട് തിക്കായിട്ട് നമ്മളിങ്ങനെ കോർത്തെടുത്തു കഴിഞ്ഞാൽ അതൊരു കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അതുപോലെ പെട്ടെന്ന് വേവാനൊന്നും സാധ്യത കുറവാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് 7 എണ്ണം സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ നോൺ സ്റ്റിക്ക് പാനിലാണ് ഈ ഒരു ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. നമ്മൾ ബാംബൂ സ്റ്റിക്കിൽ കോർത്ത ചിക്കൻ ഓരോന്നായിട്ട് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം വെക്കുന്ന സമയത്ത് പാൻ നന്നായി ചൂടായിരിക്കണം. എന്നിട്ട് ഇത് ഓരോന്ന് വെച്ചതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് സമയം വേണ്ട. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഒത്തിരി നേരമൊന്നും കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ബോൺലെസ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ബോൺലെസ് തന്നെ എടുക്കണമെന്ന് പറയുന്നത്. ഇനി ബാംബൂ സ്റ്റിക്ക് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ബാംബൂ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാമെന്നേ ഉള്ളൂ.
അപ്പോൾ നമ്മൾ ഒരു സൈഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് മസാല ബൗളിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുവാണ്. നമ്മളൊട്ടും തന്നെ വേസ്റ്റ് ആക്കാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് മസാലയുടെ ആവശ്യമില്ല. ഒരുപാട് മസാല ഉണ്ടെങ്കിൽ അങ്ങനെ കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഓവർ മസാലയൊന്നും നമ്മൾ പുരട്ടി കൊടുക്കണ്ട. അപ്പോൾ നമുക്ക് ആദ്യം ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് അടച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. നമ്മൾ 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയതാണിത്. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ടാണ് വേവിച്ചത്. 5 മിനിറ്റ് കുക്ക് ചെയ്തപ്പോഴേക്കും തന്നെ ഇതിനകത്ത് നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ പീസുകളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുവാണ്. അപ്പോൾ ബാംബൂ സ്റ്റിക്കിൻ്റെ ആ തുമ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് തിരിച്ചിങ്ങനെ കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓരോ പീസായിട്ട് നമുക്ക് തിരിച്ച് കൊടുക്കാം. ഇനി ഈ ഒരു ഭാഗം നമ്മൾ 5 മിനിറ്റ് അടച്ച് വേവിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ശരിക്കും 2 സൈഡും 5 മിനിറ്റ് ആദ്യം അടച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുവാണ്. മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. 5 മിനിറ്റിന് ശേഷം തുറന്നു കഴിഞ്ഞപ്പോൾ നല്ലോണം സ്റ്റോക്ക് അതിനകത്ത് നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ചിക്കൻ്റെ സ്റ്റോക്കാണ് ഇത്, നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തുറന്നിട്ടിട്ടാണ് ഇത് വേവിക്കാൻ പോകുന്നത്. നമ്മൾ അടയ്ക്കുന്നില്ല, പാൻ ഒട്ടും തന്നെ അടയ്ക്കുന്നില്ല. കാരണം ചിക്കൻ ഇനി നന്നായിട്ടൊന്ന് ഈ ഒരു സ്റ്റോക്കിൽ കിടന്ന് കുക്കായി വരണം. അതിന് വേണ്ടിയിട്ടാണ് തുറന്നിട്ട് വേവിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ കുക്കായി വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ചെറുതായിട്ട് കളറൊക്കെ മാറി വരുന്നുണ്ട്. നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്താണ് നമ്മുടെ ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്ത് വരുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത്. വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കളർ കുറച്ചുകൂടി ഡീപ്പായിട്ട് വരും. ഈ ഒരു സമയത്ത് നമുക്ക് ചിക്കൻ്റെ ഓരോ പീസ് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും മീഡിയം ഫ്ലെയിം ആയിരിക്കണം. നമ്മൾ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ ഈ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ താഴെ കാണുന്നത് നമ്മുടെ ബാക്കിയുള്ള മസാല താഴെ വന്നിട്ടുള്ളതാണ്. അത് നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ സ്ക്യൂർ ഒന്ന് പൊക്കിയിട്ട് ഒരു ഇരുമ്പിൻ്റെ തടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഈ ഒരു ഭാഗം നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. കാരണം ഇതുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യുന്ന ഒരു കളറിൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ എക്സസൈസ് വന്നിട്ടുള്ള മസാല ആണ് ഇത്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് വേണം ബാക്കിയുള്ള ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമാണ്. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഒരു കളറിൽ ഗ്രില്ല് ചെയ്യാനായിട്ട് പറ്റില്ല. ചിക്കൻ നല്ല രീതിയിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. താഴെ വന്നിരിക്കുന്നത് മസാലയാണ്. നമ്മൾ നേരത്തെ കുക്ക് ചെയ്തപ്പോൾ സ്റ്റോക്കൊക്കെ ഇറങ്ങി വന്നില്ലേ, ആ സമയത്ത് താഴെ വന്നിട്ടുള്ള മസാലയാണ് ഒട്ടിപ്പിടിച്ചിട്ടുള്ളത്. അതൊന്ന് ഇതുപോലെ ഒന്ന് നീക്കി കൊടുത്തിട്ട് ചിക്കൻ വീണ്ടും നമ്മളൊന്ന് ഒരു 10 മിനിറ്റോളം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ടിക്ക ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ചെറിയൊരു സ്മോക്കി കളറിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്മോക്കി കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ സ്ക്യൂർ മാറ്റിയിട്ട് അടിയിലുള്ള മസാലയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് പെർഫെക്റ്റായിട്ട് ചിക്കൻ ടിക്കയുടെ മുകളിലേക്ക് ആ ഒരു കളറൊക്കെ വരുള്ളൂ. അപ്പോൾ ഒട്ടും തന്നെ എണ്ണ ഉപയോഗിച്ചിട്ടില്ല ഈ ചിക്കൻ ടിക്ക തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള ചിക്കൻ ടിക്ക, നല്ല ടെൻഡറാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്, പുറമേക്ക് നല്ലൊരു കളർ ചേഞ്ച്, നല്ലൊരു ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളെപ്പോഴും ചിക്കൻ ടിക്ക പുറത്തുനിന്നാണ് മേടിക്കാറ്. ഇപ്പോൾ പുറത്തോട്ടൊന്നും അധികം ഇറങ്ങാനൊന്നും പറ്റാറില്ല. അതുപോലെ നമുക്ക് ചിക്കൻ ടിക്ക ഒക്കെ വീട്ടിലുണ്ടാക്കാന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഒരു ടെൻഷനാണ് അല്ലേ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഒട്ടും തന്നെ എണ്ണ ഉപയോഗിച്ചിട്ടില്ല. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് മിൻറ്റ് ചട്നിയാണ്. അപ്പോൾ ഈ ഒരു ചിക്കൻ ടിക്കയ്ക്ക് കൂടെ വെക്കാനായിട്ട് പറ്റിയൊരു ചട്നിയാണ് മിൻറ്റ് ചട്നി. അപ്പോൾ ഞാനിത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. കുറച്ച് മിൻറ്റ് ലീവ്സാണ് എടുത്തിട്ടുള്ളത്. പുതിനയിലയാണ് ഇത്. അത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും. ഇത്രയും മതി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഒരുപാട് മിൻറ്റ് ലീവ്സ് എടുത്തിട്ടില്ല. ഒരു കൈപ്പിടിയോളം മതി. ആവശ്യത്തിന് ഉപ്പും 2 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് തൈര് വേണ്ട, കാരണം ഇത് നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു 4-5 ടേബിൾ സ്പൂണോളം തൈരാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് ബാക്കിയുള്ള തൈരിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവും ഉപ്പൊക്കെ നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് എരിവ് കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് ഈ ടിക്കയുടെ കൂടെ കഴിക്കാൻ. അടിപൊളി ചട്നിയാണ് കേട്ടോ ഇത്.
വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ടിക്കയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്തത്. അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള മീൻ ചട്നിയും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എല്ലാം എന്നെ എഴുതി അറിയിക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ വീണ്ടും പുതിയ രുചികളുമായിട്ട് നമുക്ക് കാണാം.